ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ചിത്രം, ഒരു അടിപൊളി പ്രേമം, ബിഗ് ബഡ്ജറ്റ് ചിത്രം, റോക്കറ്റ് സ്റ്റാർ പ്യാരിജാതന്റെ കിടിലൻ പെർഫോമൻസ്. എന്താ മോളെ, കല്യാണം കഴിഞ്ഞ് ഈ ഒരു മാസം അവൻ എൻ്റെ അടുത്ത് തന്നെ അല്ലായിരുന്നു? ഇന്നല്ലേ അവനൊന്ന് പണിക്ക് പോയത്, അപ്പോഴേക്ക് മുഖറ് വീർപ്പിച്ചിങ്ങനെ ഇരിക്കുക. എന്താ അവന് പണിക്ക് പോണ്ടേ? അതല്ല അച്ഛാ. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഒരു മാസമായി. ഒരു മാസമായില്ലേ? പിന്നെന്താ, ഈ ഒരു മാസമായിട്ട് എന്നെ ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോയില്ല. അതിപ്പോ നല്ല സിനിമ വരാഞ്ഞിട്ടാവും, നല്ല വല്ല സിനിമയും വന്നാവൻ കൊണ്ടുപോകും. നല്ല സിനിമ വന്നിട്ടുണ്ട് ഇപ്പോ, ഒരു അടിപൊളി പ്രേമം. ആ, അതിപ്പോ ഞാൻ അതില് വായിച്ചു. വായിച്ചില്ലേ? അത് തന്നെ. ഞാനിപ്പോ ടിവിയിലൊക്കെ അതിന്റെ റിവ്യൂ കാണുമായിരുന്നു. ഭയങ്കര അഭിപ്രായം ഉണ്ട് അച്ഛാ. എനിക്ക് ആ സിനിമ കാണണം അച്ഛാ. ആ വരുന്നു, നീ നേരിട്ടാണ്ട് പറഞ്ഞോ. അച്ഛനൊന്ന് പറയാതെ. പറയാ. പണി മാറ്റിയാലേ 6 മണി 7 മണിയായാ കയറി വരണ. കല്യാണം കഴിഞ്ഞപ്പോ കണ്ട കറക്റ്റ് 5:30 ആകുമ്പോഴേക്ക് വീടെത്തി. എന്തൊരു ട്രാഫിക്കാന്നറിയോ, ഒരു രക്ഷയില്ല. എന്താ അച്ഛനും മോളും കൂടി? ഒന്നുമില്ല, നീ വരുന്ന നോക്കിട്ട് അവളിങ്ങനെ നിൽക്കുക. എന്തൊരു ട്രാഫിക്കാന്നറിയോ? എന്ത് എന്താണ്? എടാ, നമ്മള് രണ്ടാളും കൂടി സിനിമയ്ക്ക് പോയിട്ട് എത്ര മാസമായിട്ടോ? അച്ഛൻ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഇറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു തവണയായിട്ടേ പോയിട്ടുണ്ട്. എത്ര നാളായി? കുറെ നാളായി. ആയില്ലേ? പിന്നെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനെയും കൊണ്ട് സിനിമയ്ക്കൊക്കെ ഒന്ന് പോണെന്നറിയില്ലേ? ഇപ്പൊ ഒരു മാസമായില്ലേ? അങ്ങനെ വരട്ടെ, അത് ശരി. അവളെ കൊണ്ടൊരു സിനിമയ്ക്കൊക്കെ പോയിക്കോ നാളെ. പോവാം. ഇത് ഏത് സിനിമയത്? ഒരു അടിപൊളി പ്രേമം. അടിപൊളി പ്രേമം? ആ, നല്ല സിനിമയാണ്. അടാ, ഞാൻ അതിൽ വായിച്ചോടാ, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമയെന്നാ പറഞ്ഞു. കണ്ടില്ലേ? കണ്ട, അച്ഛൻ വരെ വായിച്ചു. ഞാനിപ്പോ ടിവിയിൽ അതിന്റെ റിവ്യൂ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ദേ ഇത് നോക്ക്, കണ്ടോ? കുറിച്ച് കാണട്ടെ, എന്നിട്ട് പോവാം. ദേ കണ്ട് നല്ല കറക്റ്റ് റിവ്യൂ ഇട്ടേക്കണ നോക്ക്. ബിഗ് ബഡ്ജറ്റ് പടാണേ. ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 5-10 വർഷം നഷ്ടമാകും. കാരണം നിങ്ങൾ മരിച്ചതിന് തുല്യം. സത്യം പറഞ്ഞ മരിച്ചതിന് തുല്യം, ചത്തയും തുല്യം. പിന്നെ പറയുമ്പോൾ രണ്ടും പറയല്ല. ഒരു സിനിമയെ വെറുതെ പോലത്തി പറയുന്നവനല്ല ഈ ഉണ്ണി കൂത്താടി. വളരെ മോശമായ കാര്യം ഞാൻ പറയും. എനിക്ക് അങ്ങനെയുണ്ട്. എനിക്ക് ആരി പോടുക ഒന്നുമില്ല. സത്യം പറയാലോ, ഈ സിനിമ 2.5 മണിക്കൂറേ ഇല്ലു, പോരാ. ഒരു അരമണിക്കൂറും കൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഈ സിനിമക്ക് എവിടെയോ എന്തോ ഒരു കുറവ് പോലെ. അത്രമാത്രം നല്ല സിനിമയാണ്. തുറന്ന് പറയാലോ, നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലെ സിനിമകളാണ് നമുക്ക് വേണ്ടത്. പ്രേക്ഷകന് ഇഷ്ടം ഇതാണ്. എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തോടെ നിങ്ങളുടെ ഉണ്ണി കൂത്താടി. ഇയാള് പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. ഇയാള് എല്ലാ സിനിമയുടെ റിവ്യൂ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പറയണ ആളാ. റിവ്യൂ ഒക്കെ കൊള്ളാം. ഇപ്പൊ ഓക്കെ, അങ്ങനെയാണെന്നാ പോലെ നാളെ പൊക്കോളൂ. നാളെ ഉച്ചയ്ക്ക് മാറ്റിങ് പൊക്കോ. പൊക്കോന്നല്ല, നമുക്ക് ഒരുമിച്ച് പോവാം. എന്തിനു ഞാൻ വരുന്നേ? പിന്നെ അച്ഛൻ വരുന്നില്ലേ? ഓടാർന്ന്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ പുതുച്ചക്കനും പുതുപെണ്ണ് പോണോടത്തപ്പോ ഞാൻ പിന്നാലെ കെട്ടി വരാക്ക. പിന്നെ പുതുപെണ്ണും പുതുച്ചക്കനും ഇതിപ്പോ മണ്ടു മാമന്റെ മോളെന്ന് എല്ലാവർക്കും അറിയണല്ലേ. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാൾ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോണല്ലേ? ഒന്ന് പോച്ചൊന്ന്. അല്ലടാ, ഞാൻ എന്റെ അമ്മ മരിച്ചതിന്റെ ശേഷം പിന്നെ തിയേറ്ററിൽ പോയി. പിന്നെ ഞാനും പോണില്ല, എനിക്ക് ശരി, എന്നാ ഞാനും വരാം. 40 കോടിയൊക്കെ മുടക്കിയ പടല്ലേ. പിന്നെ കുറെ നാളായി ഒരു നല്ല സിനിമ കണ്ടിട്ട്. പിന്നെ സിനിമയുടെ ടിക്കറ്റും എല്ലാ ചെലവും എന്റെ വക. അതൊന്നും വേണ്ട അച്ഛാ. അതൊന്നും വേണ്ട, ഞാൻ എടുത്തോളാം. ഒരു വലിയ മുതലാളി. എന്നാടാ നീ എടുക്കാൻ തുടങ്ങിയത്? കല്യാണം കഴിഞ്ഞപ്പോ അവന്റെ മാറ്റം കണ്ട. മുടി വെട്ടാൻ വരെ ഞാൻ പൈസ കൊടുക്കണം. അടുത്ത കത്തി വരും. അടിപൊളി പ്രേമം. ചേട്ടാ, ടിക്കറ്റ് കൗണ്ടർ ഏതാ? ഇതാണ്. ഏതാ സിനിമ? ഒരു അടിപൊളി പ്രേമം. പെട്ടെന്ന് അല്ല, പടം തുടങ്ങിയവനെ തുടങ്ങാറേ. പെട്ടെന്ന് ഓടി. പടം എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. ഓടി വാ. പടം തുടങ്ങാറായിരുന്നു. ഞാൻ പടത്തിൽ ഇത്തിരി നേരത്തെ ഇറങ്ങണമെന്ന്. അഴിഞ്ഞൊരുങ്ങി വരുമ്പോ ഇനിയിപ്പോ ടിക്കറ്റ് എടുത്ത് വരുമ്പോഴേക്കും പടം തുടങ്ങണം. പടം തുടങ്ങിയിട്ട് വന്നിട്ട് എന്തൊക്കെ മറ്റേ ടിവിയിലൊക്കെ ഉള്ള ഷോ ഞാൻ കാണാറുണ്ട്.
അടിപൊളി പ്രേമോണോ? അല്ലല്ല, ഞാൻ മറ്റേ ആഫ്രിക്കൻ പായത്. ഇത് കണ്ടായിരുന്നു. വീഡിയോ കാണാമല്ലോ. ശരി 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 സർ. ഓക്കെ ശരി. അച്ഛന് മനസ്സിലായോ? ടിവിയിൽ കണ്ടിട്ടില്ലേ? മറ്റേ ടിവിയിലൊക്കെ വരുന്നില്ലേ? എന്നാലും ആ സത്യശീലൻ എന്തായിരിക്കും ഈ പടം കാണാത്ത? നല്ല സിനിമയിലേ. ടിക്കറ്റ് കൊടുക്കുക. 3 ആള്. അച്ഛാ കേറട്ടെ. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാൽ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നിന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനാണ് ജിക്സി ഞാൻ നിന്നെ ഈ ബോട്ട് യാത്രയ്ക്ക് ക്ഷണിച്ചത്. ജിക്സി, ചുമോനെ ആകെ തണുത്ത് വിറയ്ക്കുന്നു ചുമോനെ. ഞാനിപ്പോൾ മരിക്കുമെന്നാ തോന്നുന്നത്. നീ ഭയപ്പെടാതിരിക്കൂ ജിക്സി, നിനക്ക് ഞാനില്ലേ? എനിക്ക് ആ പലക കഷ്ണമൊന്ന് തരുമോ? ഞാനതിൽ കയറി നിന്നോട്ടെ. ഈ ബോട്ടിന്റെ പലക ഇളകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല ജിക്സി. ഓരോ പലകയും ഇളകി വെള്ളം കുതിച്ച് ആര് പറഞ്ഞിട്ട് ഈ പടത്തിന് വന്നേന്ന്? നല്ലതായിരിക്കും. ട്വിസ്റ്റ് വരും. ഇല്ല ജിക്സി, എന്ത് ട്വിസ്റ്റ്? അരമണിക്കൂറായിട്ട് കഥ ഏതാന്ന് മനസ്സിലാവും. വെറുതെ ആൾക്കാർ പറയൂ. ആ കൂത്താടി ഉണ്ണിയൊക്കെ നല്ല റിവ്യൂ പറഞ്ഞാണ്. കൂത്താടി ഉണ്ണി എന്റെ വല്ലവരുടെയും വാക്ക് കേട്ടിട്ട് ആരെങ്കിലും വരും. പടം കണ്ടോരുടെ വാക്ക് കേട്ടിട്ട് വേണ്ട വരാൻ. ഞാൻ ജീവനോടെ ഇരിക്കും. നല്ലത് പറഞ്ഞു. ഞാൻ 100 വട്ടം പറഞ്ഞാൽ 100 വട്ടം പറഞ്ഞാൽ ഞാൻ വരുന്നില്ല. ഇല്ല ജിക്സി, പണ്ടത്തെ സിനിമയ്ക്കാണെങ്കിലേ സത്യന്റെ നസീറിന്റെ ഒക്കെ പടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു കഥ ഉണ്ടാവും. അതെന്താണെന്ന് അറിയാൻ നമ്മളിരിക്കും. ഇതിപ്പോ അത്ര നേരമായിട്ട് എന്തേലും മനസ്സിലായോ?